സർ, ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന ഭരണകൂടത്തെ ശരിക്കും അട്ടിമറിക്കാൻ മുന്നിൽ നിന്നത് വിദ്യാർത്ഥികളായിരുന്നു. അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് പിന്നീട് അത് വലിയ സമരമായി മാറിയത്. അന്ന് അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഉടൻ ഇലക്ഷൻ വരുന്നു എന്നാണോ? ബംഗ്ലാദേശിൽ ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് വരും എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ നഹീദ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി നേതാവ് 27 വയസ്സുണ്ട്. അയാളായിരുന്നു ഇതിൻ്റെ നേതാവ്. പക്ഷേ നമുക്ക് അറിയാവുന്നതുപോലെ ഡൊണാൾഡ് ലുലു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ വിദേശകാര്യ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അയാളുടെ നേതൃത്വത്തിലായിരുന്നു ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നിരുന്നത്. ഈ ലുലു പോയ പല രാജ്യങ്ങളും ഉണ്ട് ഈ സ്ഥാനപതിയായിട്ട്. അവിടെയൊക്കെ അത്യാവശ്യം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ലുലു നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിലാണ് ഇവിടെയും ചെയ്തത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രക്ഷോഭമാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥ രാഷ്ട്രീയം കുത്തിക്കയറ്റി വേറെ ആളുകളാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ലായിരുന്നു അതിൻ്റെ അകത്ത്. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അകത്ത് വേറെ ഭീകര സംഘടനകളും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനുവരിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 2020 ജനുവരിയിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ BNP പങ്കെടുത്തിരുന്നില്ല. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ജയിക്കില്ലല്ലോ. ആ സമയത്ത് മറ്റേ ഷെയ്ഖ് ഹസീനയെ തോൽപ്പിക്കാനായിട്ട് ശ്രമമൊക്കെ നടന്നിരുന്നു. അവർ പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് പിന്നെ അട്ടിമറി ശ്രമമായിട്ട് അമേരിക്കയൊക്കെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ബംഗ്ലാദേശിലെ ചില ഭാഗങ്ങളും ഇന്ത്യയിലെ ചില ഭാഗങ്ങളും ഒക്കെ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം അല്ലേ, ഉണ്ടാക്കാനായിട്ട് സോഗം എന്നുള്ള പേരിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനായിട്ട് ഒരു വെള്ളക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്കക്കെതിരെ അവര് അവിടുത്തെ സർവകക്ഷി യോഗത്തിൽ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ അതിനൊന്നും അനുവദിച്ചിരുന്നില്ല. പിന്നെ താവളം കൊടുക്കണം കടലിൽ എന്ന് പറഞ്ഞിരുന്നു അമേരിക്ക. സെന്റ് മാർട്ടിൻ ഐലൻഡ് ഒക്കെ അല്ലേ? അതെ. അപ്പോൾ അത് സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ടാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ നഹീദ് ഇസ്ലാം വിദ്യാർത്ഥി നേതാവ് ഉപദേഷ്ടാക്കളുടെ ഭരണമാണല്ലോ ഇപ്പോൾ. യൂനുസ് മുഖ്യ ഉപദേഷ്ടാവ്, അയാൾ ഉപദേശിക്കാൻ പിന്നെ വേറെ ഉപദേഷ്ടാക്കള്. അതിൽ IB ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, വാർത്താവിനിമയം, അതിൻ്റെ അഡ്വൈസർ ഉപദേഷ്ടാവായിരുന്നു നഹീദ് ഇസ്ലാം വിദ്യാർത്ഥി നേതാവ്. നഹീദ് ഇസ്ലാം രാജിവെച്ചു. ഈ ഉപദേശി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് വെള്ളിയാഴ്ച പാർട്ടി ഉണ്ടാക്കുകയാണ്. പ്രഖ്യാപനം നടത്തും. പാർട്ടിയുടെ പ്രഖ്യാപനം പാർട്ടി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയുടെ പ്രഖ്യാപനം 3 മണിക്കാണ്. ഫെബ്രുവരി 28 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മണിക് മിയ അവന്യൂ അവിടെയാണ് പ്രഖ്യാപനം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാജിവെക്കുന്ന പ്രഖ്യാപനം ഉണ്ടല്ലോ, ഉപദേശി സ്ഥാനം, അത് മുഖ്യോപദേശി മുഹമ്മദ് യൂനുസിൻ്റെ സാന്നിധ്യത്തിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി ഉണ്ടാക്കുമ്പോഴും യൂനുസിൻ്റെ അനുഗ്രഹാശസ്സുകളൊക്കെ ഉണ്ടെന്ന് വേണം കരുതാൻ. വേറെ നിവൃത്തിയില്ലല്ലോ യൂനുസിന്. യൂനുസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നഹീദ് ഇസ്ലാമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് കിടക്കും. പക്ഷെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് യൂനുസ് പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് അത്രയും രക്ഷപ്പെട്ടു, അത്രയും ആശ്വസിക്കാം. അപ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് അന്ന് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് സ്റ്റുഡൻസ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരായ വിദ്യാർത്ഥി ഐക്യം അല്ലേ എന്ന് സ്റ്റുഡൻസ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം സാഡ് എന്നായിരുന്നു. SAD അക്ഷരാർത്ഥത്തിൽ ചേരുന്ന പേരാണ് സാഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അല്ലേ, ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ഇവർക്കൊക്കെ എതിരെയുള്ള ആക്രമണം. പിന്നീട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോണിന്റെ സന്യാസിക്കെതിരെ ആ സന്യാസിക്ക് വേണ്ടി നിലകൊണ്ടൊരു അഡ്വക്കേറ്റിനെ കൊന്നു കളഞ്ഞു. രണ്ടാമത്തെ അഡ്വക്കേറ്റിന്റെ കാല് തല്ലി ഓടിച്ചു. അങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശേഷം നമ്മുടെ അടുത്ത് അരിയും ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ഈ പ്രക്ഷോഭം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
2024 ജൂൺ 5-ന് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് 30% മുമ്പ് സംവരണം ഉണ്ടായിരുന്നു, തൊഴിലിലും വിദ്യാഭ്യാസത്തിലും. അത് ഇടയ്ക്കെടുത്ത് മാറ്റിയിരുന്നു സർക്കാർ. പക്ഷെ സുപ്രീം കോടതി അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. പക്ഷെ അന്നേരം വെട്ടിക്കുറച്ചിരുന്നില്ലേ ആ അനുപാതം 30%? അതെ, അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ആ റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, വിദ്യാഭ്യാസ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ അല്ല ഉത്തരവാദിത്തം, സുപ്രീം കോടതിയാണ് അത് ചെയ്തത്. പക്ഷേ ഭരണകൂടത്തിനെതിരായിട്ടൊരു സമരമാക്കിയത് മാറ്റുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ഒക്കെ നേതൃത്വത്തിൽ, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് അത് നടന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടല്ലോ, ആ മറ്റേ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, മുക്തി ബാഹിനി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളുകളുടെ പിൻഗാമികൾക്കാണ് ഈ സംവരണം. അത് മുജീബുർ റഹ്മാൻ്റെ കാലത്ത് തുടങ്ങിയിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ മുജീബുർ റഹ്മാൻ പിതാവായിട്ട് അവിടെ അംഗീകരിക്കുന്നില്ല ഈ ഭരണകൂടം. മുഹമ്മദ് അലി ജിന്നയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അതൊക്കെ കളഞ്ഞു. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടായത് എന്നാണ് അവരുടെ വാദം. സെമിനാറും ഒക്കെ അങ്ങനെ നടത്തുന്നുണ്ട്, ജിന്നയാണ് എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ പുനഃസ്ഥാപിച്ചപ്പോഴാണ് ഈ സമരം നടന്നത്. അത് ഷെയ്ഖ് ഹസീന ജനുവരിയിൽ ജയിച്ച ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടി ആ സമരത്തിനെ രാജ്യാന്തര തലത്തിൽ ഉപയോഗിച്ചു. അതിൽ 215 മരണം ഉണ്ടായി എന്നാണ് ഔദ്യോഗിക കണക്ക്. അതിൻ്റെ അപ്പുറം വരുന്നത് 500 പേരുടെ അടുത്തൊക്കെ ആളുകളും മരിച്ചിട്ടുണ്ട്. 2000 പേർക്ക് പരിക്ക് പറ്റി, 11,000 പേരെ അറസ്റ്റ് ചെയ്തു, 32 കുട്ടികൾ മരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ പ്രക്ഷോഭത്തിനെ തുടർന്നുള്ള അക്രമങ്ങളിൽ. അപ്പോൾ ജൂലൈയിൽ കോട്ട പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ഈ സാഡ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ സാഡ് ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന് അതിൻ്റെ കൺവീനർ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൺവീനർ അബ്ദുള്ള ഹസ്നത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. രാജ്യത്തെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഫെബ്രുവരി 28-ന് പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഈ സാഡിൻ്റെ കൂടെ ജാതീയ നാഗരിക് കമ്മിറ്റി, ജനാക് എന്ന് പറഞ്ഞ ഈ പ്രക്ഷോഭത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമിതിയാണ്, അവരും കൂടെ ചേരും. അപ്പോൾ അത് വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാത്രം അല്ല നിലകൊള്ളുന്നത്. അപ്പോൾ ഉപദേഷ്ടാവായിരിക്കുന്നതിനേക്കാൾ നല്ലത് ജനവുമായിട്ട് ഇടപെടുന്നതാണെന്ന് മനസ്സിലായി എന്ന് നഹീദ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ. അപ്പോൾ 2024 ഈ പൊതു മേഖല, അതായത് സർക്കാർ ജോലികളിൽ മറ്റേ പ്രത്യേക നയം ജോലിയുടെ കാര്യത്തിലൊക്കെ കൊണ്ടുവരണമെന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനക്കാർ പറഞ്ഞിരുന്നു. അതൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 1 മുതലാണ് ഈ നാഹിദ് ഇസ്ലാം ഈ ഉപദേശി പദവിയിൽ ചേർന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഉപദേശിയാണ്. 2025 ഈ വർഷം ഒടുവിലാണ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, ഡിസംബറിൽ. അപ്പോൾ ഇങ്ങനെയാണ് സംഗതികൾ പോകുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂടെ മറ്റേ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. സാർ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൽ വന്നപ്പോൾ ബീഗം കാലിദാസിയുടെ പാർട്ടി ഉണ്ടല്ലോ, മറ്റേ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതിൻ്റെ കുറച്ച് ആളുകളെ തടവിൽ നിന്ന് തുറന്നു വിട്ടിരുന്നു. അപ്പോൾ അവർ ഈ പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ട് ഇപ്പം BNP കഴിഞ്ഞ തവണ മത്സരിക്കുന്നില്ലെങ്കിൽ ഇത്തവണ അക്രമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടെങ്കിൽ ഇവർ മുന്നണിയിലേക്ക് വരാം. അപ്പം ഈ തുറന്നു വിട്ട്, അല്ലെങ്കിൽ ഈ നിലവിലുള്ള റഹ്മാനിയൊക്കെ തുറന്നു വിട്ടു അത് തന്നെ. അപ്പോൾ ഈ പറയുന്ന നിലവിലുള്ള പ്രധാനമന്ത്രി അവരെയൊക്കെ പിടിച്ചകത്തിട്ടെങ്കിൽ അവരെ എല്ലാം തുറന്നു വിട്ടുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഒപ്പം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് രംഗത്തേക്ക് വന്നാൽ ഇവരെല്ലാം കൂടെ യോജിച്ച് ഒരു കാരണവശാലും ഇനി ഷെയ്ഖ് ഹസീനെ അവിടെ വരുത്താതിരിക്കാനുള്ള ശ്രമം നടത്തില്ലേ? അത് നടത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, അവരിനി മത്സരിക്കും. കാരണം ഖലീദ സിയ ഏത് സമയത്തും
ധാക്കയിലെത്താം. കാരണം അവർ ലണ്ടനിലാണ് ഇപ്പോൾ. അതെ. അവർക്കെതിരായ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അല്ല, അവസാനത്തെ കേസും പിൻവലിച്ചു കഴിഞ്ഞ ആഴ്ച. ഓ, അവർക്കെതിരെയുള്ള കേസെല്ലാം പിൻവലിച്ചു. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഖലീദാസിയ തിരിച്ചു വരികയാണ് അങ്ങോട്ട്. ഷെയ്ഖ് ഹസീനയും തിരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്ക് മത്സരിക്കാമല്ലോ. പക്ഷെ അവർക്കെതിരെ ധാരാളം കേസുകൾ, ഈ കലാപവുമായി ബന്ധപ്പെട്ടും കേസുണ്ട്, കൊലപാതക കേസുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവര് യൂനുസിന്റെ കത്തുകളും ഒക്കെ വന്നിരുന്നതാണ്. നമ്മൾ വിട്ടുകൊടുക്കണം, കൈമാറണം മറ്റേ ഷെയ്ഖ് ഹസീനയെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഖലീദാസിയ എന്തായാലും തിരിച്ചു വരുന്നുണ്ട് അങ്ങോട്ട്. അവർക്കെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് ഏറ്റവും അവസാനത്തെ കേസ് തീർന്നത്. അപ്പോൾ മറ്റേ ഷെയ്ഖ് ഹസീനയുമായി മറ്റേ അനന്തരവളായിട്ടുള്ളൊരു യുവതി, അവരവിടെ മന്ത്രിയായിരുന്നു, ബ്രിട്ടനിലെ മന്ത്രിസ്ഥാനം പോയി. അത് മറ്റേ ആരോപണമായിട്ട് ബന്ധപ്പെട്ട അഴിമതി എന്ന് പറഞ്ഞിട്ട് അവരുടെ മന്ത്രിസ്ഥാനം പോയിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീന തിരിച്ചു പോകുന്നത് ഒരു വിഷയമാണ്. അവർ തിരിച്ചു പോകാൻ ആലോചിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു പോകുന്നുള്ളത്. അപ്പോൾ ഖലീദാസിയ തിരിച്ചു വരുന്നു. BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മറ്റേ നേതൃത്വത്തിലൊക്കെ അവർ വരികയും അങ്ങനെ പുതിയൊരു കൂട്ടായ്മ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ തന്നെ ഈ ഉപദേശി ഭരണത്തിനെതിരെ രംഗത്തുണ്ട്. അവാമി ലീഗും, ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും പ്രക്ഷോഭത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂനുസ് ഭരണം. പക്ഷെ ഒരു പ്രോപ്പർ ഭരണം അവിടെ ഇല്ലല്ലോ. അത് ഇപ്പോൾ ഉണ്ടാവാനും പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മുമ്പ് ഭരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, മുമ്പൊരു ഘട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെള്ളിയാഴ്ച നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തോടെ, അത് വിദ്യാർത്ഥികളാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രഹസ്യ പിന്തുണ അതിനുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇതിപ്പോൾ നമ്മൾ ആസാമിൽ തന്നെ ആസാം ഗണപരിഷത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടിയാണല്ലോ രംഗത്ത് വന്നത്. അതെ, പിന്നീട് ഇല്ലാതായെങ്കിലും അങ്ങനെ അവര് മറ്റേ എല്ലാവരും മത്സരിക്കുന്നത് വിദ്യാർത്ഥികൾ മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ, വേറെ ആളുകളൊക്കെ അതിൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇപ്പോൾ മറ്റേ ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടായിരിക്കും ഈ പ്രഖ്യാപനം വരുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുമ്പോട്ട് വരുന്നില്ല, വേറൊരെണ്ണം വരട്ടെ അതിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള ആലോചനയിലായിരിക്കും അവർ നിൽക്കുന്നത്. മാത്രമല്ല, ഈ ട്രംപ് വന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉള്ള ഒരു ഭരണകൂടത്തിൻ്റെ കൂടെയൊന്നും ട്രംപ് നിൽക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്, അതിന് നിലനിൽക്കാനും പറ്റില്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണ് യൂനിസ്. ഹിലരി ക്ലിൻ്റൺ ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ളതാണ് യൂനിസ്. അപ്പോൾ യൂനിസിനും മടങ്ങിയേ പറ്റൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വിദ്യാർത്ഥി യൂനിസിനെതിരെ പല കേസുകളുണ്ട്, ഗ്രാമീൺ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാരീസിലായിരുന്നു യൂനിസ്, തിരിച്ചു വന്നതാണ് ഈ ഉപദേശി ഭരണം ഏറ്റെടുക്കാൻ. അതുകൊണ്ട് ഈ BNPയോ അല്ലെങ്കിൽ പിള്ളേരുടെ പാർട്ടിയോ മറ്റോ രംഗത്ത് വന്നാൽ മര്യാദയ്ക്ക് അവിടെ ജീവിച്ചു പോവാം, അല്ലെങ്കിൽ പാരീസിലേക്ക് മടങ്ങേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.